ഫ്രണ്ട്സ് എല്ലാവർക്കും അംബൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ് നമ്മൾ കിരീടം പാലം എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ് എന്നെ ഓർമ്മയുണ്ടല്ലോ, മുടിയൊക്കെ വന്നൊരു വേറെ ലുക്കായിട്ടുണ്ട്. ക്ഷമിക്കണം ഫ്രണ്ട്സ്, വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കുട്ടികൾക്ക് പുറത്തിറങ്ങിക്കൂടാ, നിങ്ങൾക്കറിയാലോ. അപ്പം ഇന്നൊരു പുറത്തു പോകുന്നൊരു വീഡിയോ ആണ്. നമ്മൾ പോകുന്നത് നമ്മുടെ ലാലേട്ടൻ തകർത്തഭിനയിച്ച കിരീടം എന്ന സിനിമയിലെ കിരീടം പാലം കാണാനാണ് നമ്മൾ പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ പോകുന്നത് നിങ്ങൾക്കറിയാലോ, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ BMW-ലാണ് നമ്മൾ പോകുന്നത്. ഈ സൈക്കിള് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണണമെങ്കിൽ എൻ്റെ ചാനലിൽ കയറി നിങ്ങൾ കാണാം, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കിരീടം പാലം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാലോ, തിരുവനന്തപുരത്ത് കരിമം എന്ന സ്ഥലത്താണ്. ഫ്രണ്ട്സ്, ഇതൊക്കെ പറഞ്ഞിരുന്നത് എൻ്റെ ചങ്ക് ബ്രോയാണ്. എൻ്റെ ബ്രോയുടെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും കാത്തിരിക്കണം. ഫ്രണ്ട്സ്, നല്ല മഴ വീഴുന്നുണ്ട്, മഴ ചാറ്റലുണ്ട്. എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി. മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി. കിരീടം പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് കുറച്ച് ഫ്രണ്ടിലാണ്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഫ്രണ്ട്സ്, ഇവിടെ വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട്. നാടൻ കാളും നല്ല ഫുഡും കിട്ടുന്ന സ്ഥലമുണ്ട്, പുഞ്ചക്കരി ഷാപ്പ്. ഫസ്റ്റ് നമുക്ക് കിരീടം പാലത്തിൻ്റെ അവിടെ പോയി നോക്കിയിട്ട് ഷാപ്പിലോട്ട് പോകാം. നമ്മളെ കയറ്റുമോ എന്ന് അറിയത്തില്ല, എന്തായാലും അവിടുത്തെ പരിസരമൊക്കെ കണ്ടിട്ട് നമുക്ക് പോവാം. അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി ആയിരം കൈ നീട്ടി നിന്നു. സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു. കനിവേകുമീ വെണ്ണേകവും മഴനീർക്കിനാവായി മറഞ്ഞു ദൂരെ ഉള്ളോ. ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടില്ല, നല്ല സൂപ്പർ സ്ഥലമാണ്. നല്ല പാടമൊക്കെ ഉള്ള സ്ഥലമാണ്, നല്ല മഴയും ഉണ്ട്, നല്ല ക്ലൈമറ്റ് ആണ്. ഫ്രണ്ട്സ്, ഇതാണ് ലാലേട്ടൻ തകർത്ത് അഭിനയിച്ച കിരീടം എന്ന സിനിമയുടെ കിരീടം പാലമാണത്. ഈ പാലത്തിൽ വെച്ചാണ് സിനിമയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത്. നീ കാണിക്കുന്ന സീരിയസ്നെസ് ഒന്നും അച്ഛന് തോന്നി കാണൂല. രണ്ട് ചീത്ത പറഞ്ഞൊന്നും തോന്നില്ലായിരുന്നു. അതൊക്കെ എന്താ രണ്ടാളും കൂടെ ഒരു ഗൂഢാലോചന? വല്ല വേണ്ടാതിനും ഒപ്പിക്കാനാണോ? അല്ല, സേതുവിന് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്, അതങ്ങ് നടത്തിയാലോ എന്ന് ആലോചിക്കുക. ടീച്ചർ അഭിപ്രായം എന്താ? ആലോചിക്ക്, അവസാനം കേശു തന്നെ കെട്ടേണ്ടി വരും. എന്താ എനിക്ക് പറ്റില്ലേ?
ഈ മൂപ്പരെ എനിക്കറിഞ്ഞൂടെ? ഒരിക്കൽ എന്നെ ഒരാള് കാണാൻ വന്നു പറഞ്ഞ് ഈ സാറ് കാണിച്ച പരാക്രമമൊക്കെ അറിയാലോ കേശുവിന്. വീട്ടിൽ വരുന്നവരെ അപമാനിച്ചയക്കാൻ പറ്റുമോ? അവരെ അകത്ത് കയറ്റി ഇരുത്തിയത് സഹിച്ചില്ല. ഇവൾ അവരുടെ മുമ്പിൽ ചെന്ന് അണിഞ്ഞൊരുങ്ങി നിന്നിട്ടുണ്ടാവും. പെണ്ണല്ലേ ജാതി. ആണുങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കിട്ടുന്ന വല്ല അവസരവും ഇവര് വെറുതെ കളയോ? എന്തിനാ സേതോട്ട ഇല്ലാത്ത പറയണേ? ഞാൻ അവരുടെ കൺമുമ്പിൽ പോലും പോയില്ല. അയ്യോ, നമ്മളെ അങ്ങ് ഒഴിവാക്കിയേക്ക്. ഈ പരിഭവം പിണക്കവും ഒക്കെയാ പ്രേമത്തിന്റെ ഒരു രസം. അതിന്റെ ഇടയിൽ നമ്മളൊരു കട്ടുറുമ്പാവുന്നില്ല. പറ്റ ടീച്ചറെ, വരട്ടാ. നാളെ കാണാം. വാ ഇങ്ങോട്ടിരിക്കേ. ഞാനില്ല, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. വാ വീട്ടിലേക്ക് പോ. ഓ, വീട്ടിൽ വന്നാ പിന്നെ വലിയ കാര്യായി. കണ്ണ് നിറച്ചൊന്ന് കാണാൻ കിട്ടുമോ? 3 വശത്ത് കത്തിയായിട്ട് നിൽക്കല്ലേ അറക്കാൻ. നിന്റെ അച്ഛന്റെ വക സാരോപദേശം, മുത്തച്ഛൻ ചട്ടമ്പിയായി നടന്നിരുന്ന കഥ വേറൊരു ഭാഗത്ത്, പിന്നെ നിന്റെ അമ്മയുടെ വക വേറെ. വരണുണ്ടെങ്കി വാ. ആ വന്നേക്കാം. അത്രയും ദൂരം ഒരുമിച്ച് സംസാരിക്കെങ്കിലും ചെയ്യാലോ. വായനശാല എല്ലാരും കാത്തിരിക്കുക. ഇന്ന് മീറ്റിംഗ് ഉള്ള കാര്യം മറന്നോ? ആ നീ പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു. ചേച്ചി ഞാൻ കൊണ്ടിട്ടോളാം. നാശം, ഇന്ന് കട്ടുറുമ്പളുടെ ഘോഷയാത്രയാ. വേഗം ചെല്ല്. പോടാ. ഫ്രണ്ട്സ്, 1989 ഈ കിരീടം സിനിമ റിലീസ് ചെയ്തത്. 32 വർഷമായി ഫ്രണ്ട്സ്. കണ്ണീർ പൂവിൻ കവിളിൽ തലോടി ആ സോങ്ങിൽ ലാലേട്ടൻ നടന്നു പോണ വഴിയാണിത്. പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ ഉള്ളു. അങ്ങോട്ട് താഴെ നല്ല സ്ഥലങ്ങളുണ്ട്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. ഇവിടെ വെച്ചും ആ പാട്ടിൻ്റെ രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ. ഫോട്ടോഷൂട്ട് ചെയ്യേണ്ട പ്ലേസും ഉണ്ട്, ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാനുള്ള പ്ലേസും ഉണ്ട്. നല്ല കിടിലൻ വ്യൂ ആണ്, നിങ്ങൾക്ക് കാണാം. ഭയങ്കര പച്ചപ്പ് ഏറിയ സ്ഥലമാണ്. അങ്ങോട്ട് കുറെ സ്ഥലങ്ങളുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട് പാട്ടിന്റെ രംഗങ്ങൾ. വാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ ഉള്ളോർക്കുട
കുടം പോലെ തേങ്ങി. ഫ്രണ്ട്സ് കിരീടം പാലത്തിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള വെള്ളേനിക്കായലാണ് ഇതുവരെയുള്ള. നമുക്കിനി തിരിച്ചു ഫ്രണ്ട്സ് നമ്മൾ കിരീടം പാലം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകാം. പോകുന്ന വഴിയിൽ മറ്റേ പുഞ്ചക്കേരി ഷാപ്പ്, നമുക്ക് അവിടെയും കൂടെ ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി. 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം. വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു. കനിവേകുമീ വെൺമേഘവും മഴനീർക്കിനാവായി മറഞ്ഞു. ദൂരെ ഉള്ളോർക്കുടം കേണുറങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും. കണ്ടല്ലോ, ഇതാണ് പുഞ്ചക്കേരി ഷാപ്പ്. നമുക്ക് കയറാൻ ഇപ്പം ടൈമൊന്നുമില്ല. ബാക്കിൽ ക്യാമലൊക്കെ ഉണ്ട്. ഇപ്പം ടൈം ഇരുട്ടി. ഫ്രണ്ട്സ്, ഇവിടെ എനിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. പേര് പറഞ്ഞു. എൻ്റെ പേര് ക്രൈഷ്. എൻ്റെ പേര് നിതിനസ് നായർ. ഇത് നമ്മുടെ അല്ല, ഇവിടുത്തെ ഓണറിൻ്റെ ഒട്ടകമാണ്. നമ്മൾ കഴിക്കാൻ വന്നപ്പോൾ എനിക്ക് ഇവനും പേടിയില്ല ഒട്ടകത്തിന്. എനിക്ക് ഇവനും പശുവിനെയും മൃഗത്തിനെയും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ പോയി നോക്കിയപ്പോൾ ഒന്നും ചെയ്യത്തില്ല, പാവാ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇതിൻ്റെ കൂടെ കളിച്ചു. പിന്നെ നമ്മുടെ 2 അച്ഛൻ പുറത്ത് പോയിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ കളിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് അകത്ത് ഓർഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ വന്നാൽ കഴിക്കും. ഫ്രണ്ട്സ്, എൻ്റെ BMW സൈക്കിൾ ഓടിക്കണമെന്ന് അറിയാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവനെ ഓടിക്കാൻ പറ്റുന്നത് സ്റ്റാൻഡ്. അവൻ പൊളിയായിട്ട് ഓടിക്കുന്നുണ്ട് ഗൈസ്. ഫ്രണ്ട്സ്, ലേറ്റ് ആയിട്ടാണ് നമ്മൾ അകത്തൊരു ഫുഡ് കഴിക്കാത്തത്. പിന്നെ ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്, ക്യാമലിൻ്റെ പേര് മിന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ വന്ന് ഫുഡൊക്കെ കഴിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. ബൈ.